ഏവർക്കും നമസ്കാരം. നമ്മളൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താന്ന് ചോദിച്ചപ്പോ പെസകയൊക്കെ വന്നില്ല. അപ്പൊ നമ്മളിവിടെ നമ്മുടെ പിള്ളേരാണ്ട് നമ്മുടെ ചങ്കരൻ ഇവിടെ ഇരിക്കുന്നു, തമ്പുര് പുറകിലിരിക്കുന്നു. അപ്പൊ അവര് വന്നപ്പോ അവർക്ക് പെസകാപ്പം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അവരൊക്കെ ബഹളം ഉണ്ടാക്കി. അപ്പൊ ഞാൻ കുറച്ച് അരി പൊടിച്ചിട്ടുണ്ട്. അവര് ബഹളമല്ല, ചങ്കരൻ പെസകാപ്പം ഉണ്ടാക്കാൻ റെഡി ആയിട്ടിരിക്കുന്നു. അവനാ ഉണ്ടാക്കുന്നത്, ചങ്കരനാണ് പെസകാപ്പം ഉണ്ടാക്കുന്നത്. ചങ്കരനാണോ ഇന്ന് ഉണ്ടാക്കണേ? ആണോ? അറിയാവോ? ഓ, അപ്പൊ ചങ്കരൻ അറിയാന്ന് പറഞ്ഞു ഉണ്ടാക്കാനായിട്ട്. എങ്ങനെയാ ചങ്കരൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞേ? അരി അങ്ങനെ വാരണം. എന്നിട്ടോ? എന്നിട്ടോ ഇളക്കി ആണോ? എന്നിട്ട് കഴിക്കണം അല്ലേ? അപ്പൊ ചങ്കരൻ ഉണ്ടാക്കാനൊക്കെ അറിയാം. അപ്പൊ ചങ്കരനാണ് ഇന്ന് പെസകാപ്പം ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ പല രീതിയിൽ പെസകാപ്പം ഉണ്ടാക്കാറുണ്ട്. പലയിടത്തും പല രീതിയിലും പറയും. പെസകാപ്പം എന്ന് പറയും, കുരിശപ്പം എന്ന് പറയും, അങ്ങനെ പല ഇൻട്രിയപ്പം എന്ന് പറയും, അങ്ങനെ കാഞ്ഞിരപ്പള്ളി ഭാഗത്തൊക്കെ ഇൻട്രിയപ്പം എന്ന് പറയും. അപ്പൊ അങ്ങനെ പല രീതിയിലും നമ്മൾ പെസകാപ്പം ഉണ്ടാക്കാറുണ്ട്. ഞങ്ങളിപ്പോ എറണാകുളത്ത് പിറവത്താണ് താമസിക്കുന്നത്. ഈ പിറവത്ത് വേറെ രീതിയിലാണ് പെസകാപ്പം ഉണ്ടാക്കുന്നത്. അപ്പൊ പെസകാപ്പത്തിന് നമ്മൾ കുറച്ച് അരി അത് വേറൊരു കാര്യം പറയട്ടെ അമ്മേ. അപ്പൊ നമ്മൾ ഇന്ന് പെസകാപ്പം ഉണ്ടാക്കുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം മുമ്പാണ് ജസ്റ്റ് ഇത് ഉണ്ടാക്കുന്നത്. ഇവർക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കും ഇതുപോലെ ഈസി ആയിട്ട് അല്ലേ? പക്ഷെ വലിയ വിഷമമുള്ള രീതിയിലുള്ള ഒരു റെസിപ്പി അല്ല. പെസകാപ്പം ഉണ്ട്, പാലും ഉണ്ട്. ഇത് ഡിപ്പ് ചെയ്ത് നീ വാരം പിന്നെ വാരം. അപ്പൊ നമുക്കൊരു കാര്യം, അധികം സമയം കളയാതെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ പെസകാപ്പം ഉണ്ടാക്കുമെന്ന് കാണാം. അതോടൊപ്പം തന്നെ ചങ്കരൻ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുവാണ് ഉണ്ടാക്കാനായിട്ട് അല്ലെ? ചങ്കരനാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. അത് തന്നെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ദീപാവളത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ചങ്കര? ലൈക്ക് ചെയ്യണം. എന്ത് ചെയ്യണം? പിന്നെ എന്ത് ചെയ്യണം? കമന്റ് അല്ല, കമന്റ് വീട്ടിൽ കൂടുന്ന കമന്റ്, ഓഫീസിലൊക്കെ കൂടുന്ന കമന്റ്. ഇതെന്താണ്? കമന്റ് ചെയ്യണം. പിന്നെയോ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണ്ടേ? സബ്സ്ക്രൈബ് ചെയ്യണോ? എന്നൊന്ന് പറഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറഞ്ഞു. എന്നാ? സബ്സ്ക്രൈബ് ചെയ്യണം. കുരിശപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ 2 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഒരു തേങ്ങ ഇപ്പം നമ്മൾ അരയ്ക്കാൻ പോവുകയാണ്. അതിലേക്ക് നമ്മൾ ഒരു 1/4 സ്പൂൺ ജീരകവും 1 വെളുത്തുള്ളിയും കൂടെ മാത്രം ഇട്ടിട്ട് നമ്മൾ നല്ല പേസ്റ്റ് പോലെ ഒന്നും അരയ്ക്കുന്നില്ല, ഒന്ന് ചതഞ്ഞ രീതിയിൽ ഒന്ന് അരയ്ക്കുകയാണ്. അതായത് നമ്മുടെ അപ്പത്തിൽ വരുമ്പോഴത്തേക്കും ഒന്ന് കടിക്കാനൊക്കെ പറ്റണം, ചെറിയ തരി പോലെ. അപ്പം ആ രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പൊ നമ്മുടെ തേങ്ങ അരച്ചിട്ടുണ്ടോ നമുക്ക് ഇതിനകത്ത് പാത്രത്തിൽ ഇടാം. 2 പ്രാവശ്യം നമ്മൾ അരച്ചത്. അപ്പൊ നമ്മുടെ ചങ്കരൻ ഇടയ്ക്കിടയ്ക്ക് കൂണുണ്ട്. കാരണം എന്താ വെച്ചാൽ അവൻ ഇത് ഉണ്ടാക്കണം എന്നാണ്. അവൻ ഇളക്കിക്കോളാം, അവൻ അതുകൊണ്ട് വഴക്കിട്ട് അപ്പുറം പോയിരിക്കും. അമ്മ ഇപ്പൊ നമ്മൾ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും അരച്ച് നമ്മള് കലത്തിന്റെ അകത്ത് ഇട്ടു. ഇനി നമുക്ക് ഉഴുന്ന് പൊടിപ്പിക്കണം. ഉഴുന്ന് അല്ലേ? ഒരു 2 പിടുത്ത ഉഴുന്ന് വറുത്ത് പൊടിച്ചതും കൂടെ ഇടുക അല്ലേ? ഇട്ടു. അപ്പൊ അതിട്ട് നമ്മൾ അരിപ്പൊടി അളന്നിടാം. നമുക്ക് ഇച്ചിരി പാലിന് ഇച്ചിരി അരിപ്പൊടി വേണം. അപ്പൊ നമ്മൾ മൊത്തം ഇത് 6 ഗ്ലാസ് ഉണ്ട്. അപ്പൊ മൊത്തം ഒന്നും നമുക്ക് വേണ്ട. അപ്പൊ ഒരു നാഴി ഗ്ലാസ് അല്ല ഇത്? 4 ഗ്ലാസ്സാ. 1 2 ചങ്കരൻ അപ്പം ഇളക്കാൻ പറ്റാത്തതിന്റെ സങ്കടത്തിന് കരയുന്നതാണ്. അപ്പൊ നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. 3 ചങ്കര ഓടി വാ ഇങ്ങോട്ട്. കുഞ്ഞിളക്കാം, വാ ഓടി വാ. 4 ഗ്ലാസ് പൊടി. നമുക്ക് പാലിന് വേണം. അപ്പൊ 4 ഗ്ലാസ് പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്. ബാക്കി പൊടി നമ്മൾ പാലിന് വേണ്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് മൊത്തം ഒന്നും വേണ്ട, നമുക്ക് ആവശ്യത്തിന് എടുക്കാം അല്ലെ? ഇത്ര ഉപ്പ് നമ്മൾ ഇതിനകത്ത് ഇടുന്നുണ്ട്. ഈ ഉപ്പും കൂടി ഇട്ട് വേണം നമ്മൾ ഇളക്കാനായിട്ട് അല്ലെ? അങ്ങനെ നമ്മളെല്ലാ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പോവാ ചങ്കര? നമ്മള് ഇളക്കാനായിട്ട് പോവാണ്. ഇളക്കാനായിട്ട് ചങ്കര കയ്യിലിരിക്കണ തന്നെ? ഓ, കവിയല്ല, കവി ഞാൻ അല്ലേ? ഞാനല്ലേ കവി? അത് തവി. അതെന്നാ അത്? തവി. കുഴച്ചിട്ട് നമ്മള് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് കുഴയ്ക്കുവാണേ. ഇളക്കാറായിട്ടില്ല കേട്ടോ. ഇളക്കാറാകുമ്പോഴാണ് ചങ്കരൻ ഇളക്കുന്നത്. ഇപ്പൊ അമ്മ എന്നാ ചെയ്യുന്നേ? ഇളക്കുവല്ല, കുഴയ്ക്കുവോ ഇപ്പൊ അല്ലേ? അത് കുഴച്ചിട്ടാണ്, അല്ല ഇളക്കിയിട്ടാണ് കുഴക്കണം അല്ലേ ചങ്കര? എങ്ങനെ? അങ്ങനെ കുഴയ്ക്കും. നമ്മള് വെള്ളം കൂടെ ഒഴിക്കാം അതിനകത്ത് കുറച്ച്. അമ്മ ഇത് എന്ത് വെള്ളം അമ്മ? ഇത് ചൂടുവെള്ളം, സാധാ നോർമൽ വാട്ടർ അല്ലേ? ഓക്കെ. അപ്പൊ വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് കുഴക്കാം അല്ലേ? കുറച്ച് വെള്ളം ഒഴിക്കാം, അല്ലെ വെള്ളം കൂടിപ്പോയാലേ. അപ്പൊ ഇത് നമ്മൾ കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം, ഇളക്കി. ഇളക്കാറായില്ല, ഇതിപ്പോ കുഴയ്ക്കുക.
എന്നാ ശങ്കര ഇത് ഇളക്കുമല്ലേ ഇതിപ്പോ അമ്മ കുഴയ്ക്കുമല്ലേ ശങ്കര? ആ ഇളക്കണ ശങ്കർ തവിയും കൊണ്ടിരിക്കുമല്ലോ ഇളക്കാനായിട്ട്. ഓ ഇന്ന് പെസകാപ്പം ശങ്കരൻ അങ്ങ് ഉണ്ടാക്കൂല്ലേ? ഉണ്ടാക്കും. എങ്ങനെയാ ശങ്കര പെസകാപ്പം ഉണ്ടാക്കണേ? ശങ്കര ഒന്ന് പറഞ്ഞു കൊടുത്തു എങ്ങനെയാ പെസകാപ്പം ഉണ്ടാക്കണെന്നൊന്ന് പറഞ്ഞേ പ്ലീസ്. എന്നാലല്ലേ ഇളക്കാൻ പറ്റും. ഒന്ന് പറ പ്ലീസ്, ഒന്ന് പറ ശങ്കര. ശരിക്കും കുഴഞ്ഞ അമ്മ ഇപ്പൊ ഇതിനകത്ത് തേങ്ങ കടിക്കുന്ന രീതിയിൽ വേണം ഇടാനായിട്ടല്ലേ? തേങ്ങ. അപ്പൊ നമ്മളിത് കുഴച്ച് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മള് പാകത്ത് ഇത്രയും മതി. അപ്പൊ ഇനി ഇളക്കണം അവനെ എടുത്തിട്ടാട്ടെ പിന്നെ ആട്ടാ. അപ്പൊ നന്നായിട്ട് കുഴച്ച് ഇത്രയും മതിയില്ലമ്മേ? ഇത്രയും വെള്ളം മതി. ആ ശങ്കരനെ ഇനി ഇളക്കാനായിട്ട് താഴെ ഇറങ്ങിയിരുന്ന ശങ്കരൻ ഇന്ന് ഇളക്കിയില്ലെങ്കിൽ ശങ്കരൻ എന്നെ മടിയിലിരുന്ന് ഇളക്കുന്നു. വാ എന്റെ മടിയിലിരി. ശങ്കര പറ എന്നാ ചെയ്യണേന്ന് പറ. ഞങ്ങൾ അപ്പത്തിന് ഇളക്കുവാന്ന് പറ. ഇളക്കി കലക്ക് ശങ്കര. അപ്പൊ ഇങ്ങനെ നിങ്ങൾ രണ്ടാമത് തവി വെച്ച് ഇളക്കേണ്ട ആവശ്യമില്ല. ശങ്കരന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ ശങ്കരനെ കൊണ്ട് ഇളക്കിപ്പിക്കുന്നതാണ്. സൂപ്പർ സൂപ്പർ മതി. ആണ് റെഡി ആയത്. ശങ്കര താഴെ പോവും. ശങ്കര ഒന്ന് ലൈക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ശങ്കര ഇങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കി പറ. ചെയ്യണം പെസകാപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണമെന്ന് പറ. ഞാൻ ആവർത്തിച്ചു കൊടുക്കട്ടെ. അപ്പൊ ഈ ഒരു പരുവത്തിനാണ് നമ്മള് ഇത് മിക്സ് ചെയ്തേക്കുന്നത് അല്ലേ? അപ്പൊ ഇതിനകത്ത് ഒന്നുമില്ല. അരിപ്പൊടി, തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ഉഴുന്നുപരിപ്പ് വറുത്ത് പൊടിച്ചത്, ഇത്രയും സാധനം ചേർത്തിട്ടാണ് മിക്സ് ചെയ്തത്. പുളിക്കൊന്നും വേണ്ട. ഇത് പുളിക്കണ്ട. ഇപ്പൊ തന്നെ നമുക്ക് വെള്ളം അടുപ്പ് വെക്കാൻ നമുക്ക് ഇവിടെ ഇരിക്കട്ടെ. വെള്ളം അടുപ്പ് വെക്കാൻ ഇത്. അങ്ങനെ നമ്മളിത് നമ്മുടെ അടുപ്പില് തീയൊക്കെ പിടിപ്പിച്ച് നമ്മുടെ ഇഡലി പാത്രം വെച്ചേക്കണം അല്ലേ? ഇഡലി പാത്രത്തിന് നമ്മളിത് ആ തട്ടുണ്ടല്ലോ, തട്ട് നമ്മൾ തിരിച്ചാട്ടോ ഇട്ടേക്കണേ. തിരിച്ചിട്ട് നമ്മളിത് ഇതുപോലത്തെ പ്ലേറ്റില്, ഈ പ്ലേറ്റിലാണ് നമ്മുടെ പെസഹാപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ ഇത് കുരിശപ്പം നമ്മൾ കുരുത്തോലയൊക്കെ വെച്ച് ഉണ്ടാക്കണം. നമ്മൾ ഇന്ന് വേറെ ദിവസം ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ ഇന്ന് കുരിശൊന്നും വെച്ചിട്ടല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, സാധാരണ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് ചെറുതായിട്ട് ഒരല്പം എണ്ണ പയ്യെ ഒന്ന് തൂകിയിട്ടുണ്ട് അല്ലേ അമ്മേ? ശങ്കര ഇതിലാണോ ശങ്കര ഉണ്ടാക്കുന്നത്? ഞാൻ കൂടെ പിടിക്കാം, നമുക്ക് രണ്ടുപേരും കൂടെ കോരി അടിക്കാം. അങ്ങനെ നമ്മളിത് പെസഹാപ്പത്തിന് നമ്മൾ ഒഴിക്കാൻ പോവാണ്. നമ്മുടെ ശങ്കരൻ വിട്ടു കൊടുക്കത്തില്ല. ശങ്കരൻ സമ്മതിച്ചില്ലേ അപ്പൊ ശങ്കരൻ വഴക്കിട്ട് പോകും അല്ല ശങ്കര? മതിയമ്മേ? ഇത്ര ഒഴിച്ചാൽ മതിയില്ല. അപ്പൊ അതായത് മുഴുവൻ ഒഴിച്ചിട്ടില്ലെന്ന് കാണിച്ചാമ്മേ. ഒരു മുക്കാ ഭാഗം അല്ലെ? ഒരു മുക്കാ ഭാഗം നമ്മൾ ഇട്ടു. നമ്മൾ അടുപ്പേ വെക്കുക. ഓക്കെ. അപ്പൊ നമ്മൾ ഓരോന്നായിട്ടാണോ ഉണ്ടാക്കണേ? പിന്നെ ഓരോന്നാട്ടോ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ പെസഹാപ്പം നമ്മൾ അടുപ്പേ വെച്ചിട്ടുണ്ട്. ഒപ്പം നമ്മൾ ഇനിയിപ്പോ പാലുണ്ടാക്കാൻ പോകണം. പാലുണ്ടാക്കാനുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഇരിക്കുന്നത്. എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പൊടിയുണ്ട്, അതോടൊപ്പം തന്നെ ശർക്കരയുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് വേണ്ടുന്ന ഒരു സാധനമാണ് ഒരു തേങ്ങ, ഒരു ഫുൾ തേങ്ങ അല്പം വെള്ളവും കൂടെ ചേർത്ത് അരച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞപ്പോൾ അല്പം മാറിപ്പോയെന്ന് സംശയമുണ്ട്. കാരണം ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ, ഇവരിത് തേങ്ങയൊക്കെ ചിരണ്ടി വയ്ക്കും. അപ്പോൾ ഒരു തേങ്ങയാണ് നമ്മൾ ഇതിന് പാല് പിഴിയാൻ, ഒറ്റ തേങ്ങയുടെ പാലും ഒരു തേങ്ങ നമ്മൾ അപ്പത്തിന് നമ്മൾ അരച്ചും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ശർക്കര നമ്മൾ ചിരണ്ടി എടുത്തിട്ട് ഇത് എന്ത് ചെയ്യണമേ? ചിരണ്ടി വെച്ചാൽ മതി അല്ലേ? അപ്പോൾ ചിരണ്ടിയിട്ട് നമുക്ക് കാണിക്കും. ഇതൊരു 1/2 കിലോ ശർക്കരയോളം ഉണ്ട് അല്ലേ? പിന്നെ ഇതിൻ്റെ അകത്തേക്ക് വേണ്ടുന്ന സാധനം ഇതാണ് കേട്ടോ, ഏലക്കായും ജീരകവും. ഒരു എത്രയാണ്? 3, 6, 8 ഒരു 8 ഏലക്കായകളുണ്ട്. ഇതെന്ത് ഇത്രയും ഏലക്ക വേണ്ട? ഇത് അത്യാവശ്യം മക്ക ഏലക്ക പോലത്തെ വിലക്കുറഞ്ഞ ഏലക്കയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും എടുത്തിട്ടുള്ളത് അല്ലേ? പിന്നെ ഒരു 1/2 സ്പൂൺ അല്ലെ ജീരകവും കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ കല്ലിൽ വെച്ച് നന്നായിട്ട് പൊടിച്ചെടുക്കും ഇത്. ബാക്കി ഇതൊക്കെ നമുക്ക് ചിരണ്ടി വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പാൽ ഉണ്ടാക്കണമെന്ന് കാണാം. അപ്പൊ പാലും കൂടി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പെസഹാപ്പം അപ്പാട റെഡിയാകും അല്ലെ? അപ്പൊ നമ്മളിത് ശർക്കര നമ്മുടെ കത്തിയും കൊണ്ട് ചിരണ്ടി എടുക്കുന്നതിന് പകരം നമ്മളിത് അരകല്ലിൽ വെച്ച് ഇങ്ങനെ പൊടിച്ചെടുക്കുക ഇത് കേട്ടോ. അതാകുമ്പോൾ എളുപ്പമുണ്ട്. അതുകൊണ്ട് ഇനിയാണ് നമ്മൾ പൊടിച്ചു വെച്ചു ഇങ്ങനെ. നമ്മളിത് ശർക്കര അങ്ങനെ ചിരണ്ടി വെച്ചിട്ട്, ചിരണ്ടിയല്ല ഇടിച്ചു വെച്ചു. ഒപ്പം നമ്മളിത് പാല് ഒരു തേങ്ങ ഉള്ളെങ്കിലും ഒരുത്തിനോട് ചൂച്ചു ഞങ്ങളുടെ അവനെ കൂട്ടാത്തോണ്ട് അവനെ ഇവിടെ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. എന്താ ഏതാണ്? ചൂച്ചു തീവണ്ടി. ഓക്കെ. അപ്പൊ അതുകൊണ്ട് അവനിങ്ങനെ ഒച്ചപ്പാട് വീഡിയോ പറയാതിരിക്കാൻ പുള്ളിക്കാരൻ ഒച്ച കൂട്ടുക. എടാ മിണ്ടാതിരിക്കടാ അമ്പാടി. ഓക്കെ, വീഡിയോ എടുക്കട്ടെ. അപ്പൊ നോക്കിക്കേ, ഈ പാലുണ്ട്, പാല് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൊടി നമ്മളിനി
ഒരു ഗ്ലാസ് പൊടി മതിയോ അമ്മേ? വെള്ളം പൊടിയേ ഉള്ളൂ. കഴിഞ്ഞില്ല, ഇനി ഉണ്ടാക്കാൻ പോവാ, നോക്കിയോ. ഇത് നമ്മള് പാലിനുള്ളതാണ് കേട്ടോ ഇട്ടേക്കന്നെ. ഇനി എന്നാ വേണേ? അടുത്തത് വെള്ളം ശർക്കര ഇടാം. ആർക്ക് വട്ടായി പോയോന്ന്? ആർക്ക് വട്ടായി പോയെന്നാണ് ചോദിച്ചേ? ആ നിനക്ക് വട്ടാ, നിനക്ക് വട്ടാ. നമുക്ക് കലക്കി വെച്ചേക്കുന്ന തേങ്ങാപ്പാനം കൊണ്ട് ഒഴിക്കാം. ആ ഓക്കെ. ആ വെള്ളം, ആ വെള്ളം അവൻ പറഞ്ഞ ശരി, ഇത് വെള്ളമാണ്. അത് നന്നായിട്ട് വെള്ളം ഒഴിച്ചാണ് ഒരു പാല് കലക്കിയേക്കണം. തവി എടുത്ത് ഇളക്കട്ടെ. നമുക്കിതെല്ലാം കൂടെ ഇളക്കാം. ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കണം കേട്ടോ. ആ വെള്ളം ഇത് പോരാ, കാരണം ഒരു ഗ്ലാസ് അരിപ്പൊടി ഇട്ടുകൊണ്ട് തന്നെ ഇത് അടുപ്പ വെച്ച് വേവിക്കുമ്പോഴത്തേക്കും കുറുകി പോകൂല്ലേ. അപ്പൊ നന്നായിട്ട് വെള്ളം കുറച്ചും കൂടി ഒഴിക്കണം അല്ലേ? ഒഴിക്കണം. അപ്പൊ നമുക്ക് ആ ഒരു പരുവം നോക്കി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനിയിപ്പോ നമ്മൾ തിളപ്പിച്ചാർച്ച വെള്ളം ഒഴിച്ചാലും മതിയില്ലമ്മേ? വെള്ളം ഒഴിച്ചാൽ തിളപ്പിക്കാം. ആ നോർമൽ വാട്ടർ ഒഴിച്ചാൽ മതി അല്ലേ? നിന്നെ കാണിക്കാം, നീ കേറി നിക്കേ സ്റ്റൂളിന്റെ മുകളില്. നോക്കാം, കാണാവോ? എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ അബ്ബാടി? നല്ലതാണോ? ആ എന്തോ ചായയോ? ഇത് ചായ അല്ല, ഇത് നമ്മള് പെസഹാപ്പത്തിന്റെ പാലുണ്ടാക്കുന്ന നല്ല മധുര, ഇതിന് വെരി ടേസ്റ്റി. എന്താണ്? ആ ചായ ഉണ്ടാകുന്ന പാലല്ല ഇത്. ആണോ? ഓക്കെ. മധുരം കുറച്ചും കൂടെ വേണം അല്ലേ? അപ്പൊ മധുരം നിങ്ങളുടെ പാകത്തിന് നോക്കി ചേർക്കണം കേട്ടോ. അപ്പൊ നമ്മൾ 1/2 കിലോ ശർക്കര എടുത്ത മൊത്തം സത്യത്തിൽ ചേർത്തു അല്ലേ? എങ്ങനെ 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 എന്നാ നോക്കാനാ? പറ. ആ ടേസ്റ്റ് ഉണ്ടോന്ന് നോക്കി. ഇങ്ങനെ പച്ചപ്പൊടി കലക്കിയത് കുടിക്കരുത്. എങ്ങനെയുണ്ട്? ഇങ്ങനെ നോക്കിക്കേ. കേക്കല്ല, ഈ ഇപ്പൊ താഴെ പോയ നമ്പാടി അല്ല, ഇത് നമ്മുടെ പെസഹാപ്പത്തിന്റെ പാല്. ആ പായസം. ആ പായസം. ആ ചായ. ഓക്കെ, ചായ അടുപ്പ വെക്കട്ടെ. നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ഭയങ്കര കൊഴുപ്പായിരിക്കും. മതി. ലേശം പച്ചവെള്ളം കൂടെ ചേർത്ത് നമ്മള് അത്യാവശ്യം വെള്ളം നന്നായിട്ട് വേണം കേട്ടോ. എന്നാലാണ് നമ്മൾ അരിപ്പൊടിയല്ലേ, അപ്പൊ അത് കുറുകുമ്പോ അല്ലെങ്കിൽ വളരെ കട്ടിയായി പോകും. അങ്ങനെ കട്ടിയാവാതിരിക്കാനായിട്ട് നമ്മൾ ആവശ്യത്തിന് തേങ്ങാപ്പാലും കൂടുതൽ വെള്ളത്തിലാണ് പിഴിഞ്ഞെടുത്തത്. ഒപ്പം നമ്മൾ വെള്ളവും ചേർത്തത് ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലേക്ക് വെച്ചിട്ട് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അടുപ്പ് വെച്ച് അടുക്കി പിടിക്കും. അപ്പൊ നമ്മൾ അടുപ്പ് കത്തിച്ച് നമ്മൾ ഇനി അടുപ്പിൽ വെച്ചാണ് ഇളക്കുന്നത്. നമ്മുടെ ഏലക്കായും ജീരകവും നമ്മൾ ഇപ്പോഴൊന്നും ചേർത്തിട്ടില്ല, അത് നമ്മൾ പിന്നീടാണ് ചേർക്കുന്നത്. അപ്പൊ നമ്മളത് പാല് നമ്മുടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണം. ഏകദേശം കണ്ടു, നമ്മൾ നല്ല വെള്ളം പോലെ എടുത്തത്, പക്ഷെങ്കിൽ ഇപ്പൊ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. എന്നാൽ ഇത് ഫുള്ളായിട്ട് ആയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോ അതോടൊപ്പം തന്നെ നമ്മളിത് പെസഹാപ്പം ഇങ്ങനെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് അടുത്തത് നമുക്ക് കോഴി ഒഴിച്ച് വെക്കാം പെസഹാപ്പം. അപ്പൊ ഇത് നമ്മൾ അടുത്ത അപ്പത്തിന് നമ്മളിത് കോരി ഒഴിക്കുവാണ്. ഒരെണ്ണം നമ്മൾ എടുത്തിട്ട് നമ്മൾ അടുത്തത് നമ്മൾ മിക്സ് ചെയ്ത് ഒഴിക്കാൻ പോവാണ്. ഇവിടെ എന്തായാലും ഇന്ന് നല്ല ബഹളമയമാണ് കേട്ടോ. എല്ലാവരും ഉള്ളതുകൊണ്ട് നല്ല തിരക്കും ഒക്കെയാണ്. അപ്പൊ നമ്മൾ ഒരെണ്ണം എടുത്തു വെച്ചു, അടുത്തതിന് തിരിച്ച് അടുപ്പിലേക്ക് വെക്കാൻ പോവാണേ. അപ്പൊ നമ്മുടെ പാല് ഇത് നന്നായിട്ട് കുറുകി നല്ല സെറ്റ് ആയിട്ടുണ്ട്. കട്ടിയല്ല, ഈ ഒരു ടെസ്റ്ററിലാണ് കേട്ടോ നമ്മളിവിടെ പെസഹാപ്പത്തിന്റെ പാല് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മളുടെ ജീരകവും ഏലക്കായും അല്ലെ. ജീരകവും ഏലക്കായും കൂടെ നമ്മൾ കല്ലിൽ വെച്ച് പൊടിച്ചതാണ്. അത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോഴാണ് ആ ഒരു ഫ്ലേവർ ഒക്കെ എനിക്ക് കിട്ടുന്നത്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ ഓഫ് ചെയ്യും അല്ലേ. പിന്നെ നമ്മുടെ അടുപ്പ് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ പാല് ഇതേ നല്ല സെറ്റായി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് തന്നെ കഴിക്കാനല്ല, വേറെ നമുക്ക് 1-2 പേർക്ക് കൊടുക്കാനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മൾ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇവിടങ്ങളിലൊക്കെ ഇങ്ങനെ പെസഹാപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറുണ്ട്. കാരണം ഇപ്പോൾ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഹിന്ദുസ് ആയിട്ടുള്ള അവരുടെ ഫ്രണ്ട്സിൻ്റെ വീടുകളിലൊക്കെ അയൽവക്കങ്ങളിലൊക്കെ ഇത് കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ഈ സംഭവം ഇവിടെ കഴിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. നമ്മൾ ഈ പെസഹാപ്പത്തിൻ്റെ ഈ പാലുണ്ടാക്കുന്ന സമയത്ത് ഇതിന് കൊഴുപ്പ് കൂടുകയാണെങ്കിൽ നമ്മൾ തിളപ്പിച്ച വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി.
അത് ആവശ്യത്തിന് നമുക്ക് ലൂസാക്കി എടുക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ വെള്ളമൊക്കെ ചേർക്കുമ്പോൾ മധുരം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ, നമ്മൾ സാധാരണ മധുരമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരല്പം ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പ് ഇടത്തില്ല, അപ്പോൾ ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ പാല് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ സംഭവം നമുക്കിപ്പോൾ തന്നെ കാണാം. അങ്ങനെ നമ്മുടെ പെസഹാപ്പവും പാലും ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുവാണ് കേട്ടോ. കഴിക്കാനായിട്ട് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുരിശപ്പം നമ്മൾ നമ്മുടെ എന്താണ് പെസഹായുടെ ആ ഒരു ദിവസത്തിന് മുമ്പാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കുരിശപ്പായിട്ടൊന്നും അല്ല ഉണ്ടാക്കിയത്. ആ പ്രിപ്പയർ ചെയ്യുന്ന രീതികൾ മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുത്തു വെച്ചു. ഇനി നമ്മൾ കഴിക്കാനായിട്ട് ഓരോരുത്തർക്ക് നമ്മൾ ഒരു 1-2 പീസ് വീതമാണ് നമ്മൾ കഴിക്കുന്നത്. അല്ല, ആവശ്യത്തിന് കഴിക്കാം. നമുക്കിത് ഇടയ്ക്കൊക്കെ ഞങ്ങളിങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2 പീസ്, 2ഒന്നും അല്ലല്ലോ അമ്മ കഴിക്കുന്നത്. എത്ര എണ്ണം വെക്കാം? ഒരാൾക്ക് ഇഷ്ടം പോലെ കഴിക്കാം കേട്ടോ. എന്തോരം നിങ്ങൾ കഴിക്കാം അത്ര അനുസരിച്ച് കഴിക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്താ പറയുക, നമ്മുടെ പെസഹാപ്പ് എടുത്തു. ഒപ്പം നമ്മളൊരു ചെറിയ പാത്രത്തിൽ ഓരോരുത്തർക്കും ചെറുതായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടെസ്റ്റിലാണ് നമ്മുടെ പാലിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കുറുക്കം നാളെ ആകുമ്പോഴത്തേക്കും വീണ്ടും കട്ടിയാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമേ, ആ ചൂടുവെള്ളം തിളപ്പിച്ച വെള്ളം ഒഴിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് വീണ്ടും ലൂസാക്കി മാറ്റാം. അപ്പം മധുരമൊക്കെ കൺട്രോൾ ചെയ്യണം. അതിനുശേഷം കണ്ടില്ല, ഇതിങ്ങനെ നമ്മൾ മുറിച്ചിട്ട് ഇത് കഴിക്കുന്ന രീതി എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെടുത്തു ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്. ഓക്കെ, നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഈസി ആയിട്ടുള്ള ഒരു പെസഹാപ്പാണ്, പെസഹാപ്പും പാലുമാണ് നമ്മളങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ രീതിയിലാണ് നമ്മുടെ ഇവിടെയൊക്കെ പെസഹാപ്പം ഉണ്ടാക്കാറുള്ളത്. അപ്പൊ എല്ലാവർക്കും ഈ പെസഹാപ്പവും പാലും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ പെസഹായ്ക്ക് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അല്ലേ? പാലുണ്ടാക്കാത്ത പാലൊന്ന് ഉണ്ടാക്കി നോക്കണം, നോക്കി കഴിക്കണം. കഴിച്ച് പാല് കൂട്ടി കഴിക്കാൻ ഭയങ്കര രുചിയാണ് ഇതിന്. അപ്പൊ നിങ്ങൾ ഈ പെസഹാപ്പത്തിന് ഞാൻ ഒരു കാര്യം പറയും, ലൈക്കും കമന്റും മറക്കരുത്. അപ്പൊ ലൈക്കും കമന്റും ഒക്കെ ചെയ്യാൻ മറക്കരുതെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് പെസഹാപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയി വരുന്നു. അപ്പൊ ഇതുപോലെ പെസഹാപ്പ് ഈ പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക അല്ലേ? പിന്നെ വേറെ കാര്യം, ഈ പെസഹാപ്പത്തിന് പിന്നിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ വീട്ടിലൊരു കഥയുണ്ട്. ആ കഥ ഞങ്ങൾ പിന്നീട് പറയാം കേട്ടോ. പെസഹാപ്പുമായിട്ട് ബന്ധപ്പെട്ട, പെസഹായുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്. നല്ലൊരു കഥയാണ്. അതുമായിട്ട് ഞങ്ങൾ അടുത്ത ദിവസം വീണ്ടും വരാം അല്ലെ? ഈസ്റ്റർ ദിവസത്തിൽ നമുക്ക് വരാം. അപ്പോൾ കുറേ അധികം പിറവത്ത് പിന്നെ ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒത്തിരി വിശേഷങ്ങളുണ്ട് കേട്ടോ. ഇവിടെ പിറവം പള്ളിയിൽ നേർച്ച, 12 പൈതങ്ങളുടെ നേർച്ച, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ അതൊക്കെ ഒന്ന് കാണാൻ പോകണമെന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? പറ്റുവാണെങ്കിൽ ഒന്ന് പോകാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നേർച്ച ഇരുത്തും, അതൊക്കെ നമുക്ക് കാണിക്കാം, അടുത്ത ദിവസം കാണിക്കാം നമുക്ക്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ വരുന്നത് വരെ നന്ദി, നമസ്കാരം.